ഇപ്പോൾ ഹൈദരാബാദിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റാണ്. അതും ഗവൺമെൻറ്റും സ്റ്റുഡൻസും തമ്മിൽ. എന്താണ് കാര്യമെന്ന് കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അവിടെ ഒരു 400 ഏക്കറോളം വരുന്ന ആ ഒരു കാട് വെട്ടി നികത്തിയിട്ട് അവിടെ ഒരു IT ഹബ്ബ് വരാൻ വേണ്ടി ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി കോടതിയുടെയൊക്കെ അപ്രൂവലൊക്കെ ആയതിന് ശേഷം എന്ത് ചെയ്യുന്നത്, അത് ഫുള്ളായിട്ട് ആ ഒരു ബുൾഡോസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു കാട് മൊത്തത്തിൽ നികത്താൻ ശ്രമിക്കുന്ന സമയത്താണ് സ്റ്റുഡൻസ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റിന് വരുന്നത്. കാരണം അതിനകത്ത് മാന് അങ്ങനത്തെ എല്ലാ മൃഗങ്ങളും അതിനകത്തുണ്ട്. അപ്പോഴത്തേന് ഇവർ ഇത്രയും 400 വരുന്ന ഏക്കറോളം വരുന്ന ആ ഒരു ഫോറസ്റ്റ് നശിപ്പിച്ചിട്ടാണ് ഇത്രയും ഒരു എന്താ പറയുക ഒരു IT ഹബ്ബ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെതിരെയാണ് അവിടുത്തെ സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നതിനിടയിൽ ഈ ഒരു പോലീസുകാർ തന്നെ കുറേയധികം സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ സംസാരിക്കാനൊക്കെ കുറേയധികം ശ്രമിച്ചെങ്കിൽ പോലും ഇത് ഭയങ്കരമായിട്ട് ഇപ്പോഴും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ ഈ ഒരു ഗവൺമെൻറ് ആ ഒരു ഫോറസ്റ്റ് കൺട്രോൾ എടുക്കുന്നതിന് ശേഷം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുകയാണ്, ഇവർ ഈ ഒരു ഫോറസ്റ്റ് മൊത്തം നശിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഫോറസ്റ്റ് നശിപ്പിക്കുന്നതിൻ്റെ സമയത്തുണ്ടെങ്കിൽ അതിലുള്ള മൃഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അത് യൂട്യൂബിൽ കാണാം. സോ ഈ ഒരു ഫോറസ്റ്റ് നശിപ്പിക്കുന്നതിനെക്കുറിച്ച് വ്യാപകമായിട്ട് ഇന്ത്യയെ മൊത്തം സംസാരിക്കുന്നുണ്ട്. ഒരു IT ഹബ്ബ് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കെല്ലാം വേണം എന്ന് പറഞ്ഞ് ഇത്രയും ഏക്കറോളം വരുന്ന മരങ്ങളും എല്ലാം പലതരത്തിലുള്ള മരങ്ങളും എല്ലാം ഫോറസ്റ്റ് എല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ട് മൃഗങ്ങൾക്ക് അവർ താമസിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് വേണോ ഇത്ര പുരോഗമനം എന്നുള്ള രീതിയാണ്. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും ഇതെല്ലാം നശിപ്പിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഓരോന്ന് ഉണ്ടാക്കുകയാണ്. അപ്പം ഈ ഒരു മരങ്ങളൊക്കെ നമ്മൾ ഓക്സിജനും കാര്യങ്ങളൊക്കെ നൽകുന്നതാണ്. ഇത്രയും നമുക്ക് എന്താ പറയുക ഭാവിയിലും ഉപയോഗപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അതിൽ താമസിക്കുന്ന അനിമൽസ് അവരെങ്ങോട്ട് പോകും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ എപ്പോൾ നോക്കിയാലും അനിമൽസ് എല്ലാം നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ, അതായത് നാട്ടിലൊക്കെ ഇറങ്ങി ഭയങ്കരമായിട്ട് മനുഷ്യരെ എല്ലാം ഉപദ്രവിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് അതെല്ലാം നശിപ്പിക്കുമ്പോഴാണ് അവർ വെളിയിലേക്ക് എല്ലാം വരേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള അവർ താമസിക്കുന്ന അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. ഇപ്പോൾ അവർക്കുള്ള സ്ഥലം അത് കൊടുക്കണം. അല്ലാതെ ഇത് ഫുള്ളായിട്ട് നശിപ്പിച്ചതിന് ശേഷം IT ഹബ്ബ് വരുന്നു, അതൊക്കെ നല്ല ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഇത്രയും ഏക്കറോളം, അതായത് കാട്, ഇത്രയും എന്തൊക്കെ തരത്തിലുള്ള മരങ്ങളും എല്ലാം കാണും, ഇതെല്ലാം നശിപ്പിച്ചിട്ട് വേണോ ഇതൊക്കെ ചെയ്യാൻ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.